ഒന്നും ആത്മവിശ്വാസം ഇല്ലാത്തത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഏറ്റവും എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് പറയുന്ന സാധനം ഇല്ലാതിരിക്കുന്നത്. അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഈ തിയേറ്ററിക്കൽ ഈ ഇന്റർവെൻഷനാണ് അതിന് ഉപയോഗിച്ചത്. വേറൊന്നുമല്ല, ഇതൊരു വലിയ തെറാപ്പി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. നിങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ മാസത്തിലൊരിക്കൽ ആഴ്ച കൂടുമ്പോഴൊക്കെ എവിടെയെങ്കിലും മുറ്റത്തോ ഗാർഡനിലോ പോയിട്ട് ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് ഞാൻ പറയുന്നു അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ അത് ആ ഒരു സംഗതി പറയുന്നത്. അപ്പൊ അവസരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ സ്ട്രെങ്ത്താണ് നമ്മളെ സഹായിക്കുക. ഞാൻ നോക്കൂ, കൊമേഴ്സ് പഠിപ്പിക്കുന്ന ഒരാളായിട്ട് കൊമേഴ്സിന്റെ പിന്നീട് ഞാൻ പോയിട്ടില്ല. ഒരിക്കലും അറിയാതെ കൊമേഴ്സ് കോളേജിൽ വിട്ടോടെ ഞാൻ ഒഴിവാക്കി, പുസ്തകം അന്ന് കൂട്ടി. ഇനി മേലാൽ ഈ സാധനം ഞാൻ തൊഴിലാക്കുക. അപ്പോഴാണ് പടച്ചു എനിക്ക് പറഞ്ഞത്, അവിടെ നിനക്ക് ഞാൻ പണ്ടൊരു സാധനം തന്നിട്ടുണ്ടായിട്ട് ഇരുന്നോളൂ. കൊമേഴ്സ് അധ്യാപകൻ തന്നെ വിളിക്കില്ല, നാടകക്കാരെന്ന് വിളിക്കില്ല, എന്റെ നാട്ടിൽ വിളിക്കുക ആർട്ടിസ്റ്റ് ചിത്രകാരെന്നാണ്. എന്താ അറിയോ, ഒരു ഗതിയില്ല, നാടകത്തിന് ആളെ കിട്ടാതായി. കൊമേഴ്സ് ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് ഇരുന്നിരിക്കേണ്ട പണിയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു സ്ട്രെങ്ത് നമ്മളുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ പൊങ്ങച്ചം പറയാൻ എന്താ പറയുന്നത്, നമ്മളെല്ലാവരും ഈച്ച് പേഴ്സൺ ഈസ് ജനറേറ്റർ ഓഫ് ഐഡിയ. ആൾക്കൊരു ഐഡിയ ഉണ്ടാകുന്നതാണ്. ഒരാളിൽ നിന്ന് മോശമല്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് മത്സരങ്ങൾക്കും പാട്ടൊന്നും അല്ല, നമ്മൾ ലൈവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പാട്ടിന്റെ ഈ റൗണ്ടിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പാട്ട് പറയാൻ തന്നെ വെറുതെ ജസ്റ്റ് ഒരു പാട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ആക്ടിലേക്ക് പോകും. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് കൊട്ടാനുള്ള കുറച്ചൊരു ചെറിയൊരു രസമായിട്ട് കൊണ്ടുവച്ചാൽ ഒരു പാട്ട് ഈ കൂട്ടത്തിൽ പറയാം ആർക്കാണ് കുറച്ച് നന്നായിട്ട് ആത്മവിശ്വാസത്തിന് ഒരു പാട്ട് പകുതിയോളം അല്ലെങ്കിൽ മുഴുവൻ പാടാൻ പറ്റുന്നത് പറഞ്ഞോളൂ. അത് അയക്കാന്ന് പറയുന്നതാണ്, സ്വയം പറയുന്നതാണ്. കുറച്ച് പാടി പരിചയമുള്ളവരാണ്. പാടിക്കോ, ആ വട്ടപ്പാട്ട് എന്തൊരു പാട്ട്, എനി സോങ്. വെറുതെ ഒരു കുട്ടിയുടെ സുഖം ഉണ്ടാവില്ല, അത് ആസ്വദിക്കാനാട്ടോ. ഈ